പ്രകൃതി അതിൻ്റെ വർണ്ണലിപികളാൽ എഴുതിയ സുന്ദര ഭൂമിയാണ് കേരളം. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖല ലോക ശ്രദ്ധയിലാണെന്നതിലും തർക്കമില്ല. ആ ഭൂമിയിൽ ലോകോത്തരമായ ആതിഥ്യ കേന്ദ്രങ്ങൾ ഉയർത്തി കേരളത്തിലേക്കുള്ള സഞ്ചാരത്തെ ആകർഷകമാക്കിയ വ്യക്തിത്വത്തിന് ഉടമയാണ് NK മുഹമ്മദ് എന്ന ദിഷണാശാലി. അദ്ദേഹം രൂപം നൽകിയ കോഴിക്കോട് കടവ് റിസോർട്ട് മുതൽ വയനാടിലെ വൈത്തിരി വില്ലേജ് വരെ ഈ കമനീയ ശ്രേണിയിൽപ്പെടുന്നു. എന്നു മാത്രമല്ല, ടൂറിസം മേഖലയിലെ അന്താരാഷ്ട്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയുടെ വികസന ചരിത്രത്തിലെ മാറ്റി നിർത്തപ്പെടാനാവാത്ത സാന്നിധ്യമായി NK മുഹമ്മദ് എന്ന എഞ്ചിനീയറും സംരംഭകനും മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമാണെന്നത് കാലം തെളിയിച്ച കാര്യമാണ്. അപ്രതീക്ഷിത ദുരന്തത്തിൽ വയനാട് പകച്ചു നിൽക്കുമ്പോഴും ഈ നാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും ടൂറിസം വളർച്ചയ്ക്കും കരുതലോടെ യത്നിക്കുകയാണ് പ്രായത്തെ മറന്ന് NK മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര പുതിയ തലമുറയ്ക്ക് പാഠമാകുമ്പോൾ അതേക്കുറിച്ച് പറയുകയാണിവിടെ 2 ഭാഗങ്ങളിലായി. കടവ് കടന്ന് ചുരം കയറിയെത്തിയ വൈത്തിരി വിജയം. വയനാടിൻ്റെ വശ്യതയിലേക്ക് ചുരം കയറുമ്പോൾ ലക്കടി കഴിഞ്ഞാൽ ആദ്യമെത്തുന്നത് വൈത്തിരിയിലേക്കാണ്. പ്രധാന റോഡിൽ നിന്നും 3 വാര മാത്രം അകലെയാണ് വൈത്തിരി വില്ലേജ്. വയനാടിലെ ഏറ്റവും ബൃഹത്തായ ആഡംബര വിനോദസഞ്ചാര മന്ദിരം. വയനാടിൻ്റെ വന്യത നുകരാനെത്തുന്നവർ ആദ്യം അന്വേഷിക്കുന്ന ഇടം വൈത്തിരി വില്ലേജ് തന്നെ. നാം പറഞ്ഞു വന്നത് NK മുഹമ്മദ് എന്ന ടൂറിസം സംരംഭകൻ്റെ മാസ്റ്റർ പീസ് വർക്കിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ വൈത്തിരി വില്ലേജിലെത്തുമ്പോൾ എപ്പോഴും NK മുഹമ്മദിൻ്റെ സജീവ സാന്നിധ്യം കണ്ടെത്തുവാൻ കഴിയും. ഏഷ്യയിലെ സംരംഭക ശ്രേണിയിൽ അദ്ദേഹം മുൻതൂക്കം നൽകുന്നതും ഈ പ്രോപ്പർട്ടിക്ക് തന്നെയാണ്. പ്രതിദിനം ജനറൽ മാനേജർ പ്രിൻസിനെയും അക്കൗണ്ടന്റ് രാജുവിനെയും സുന്ദറിനെയും ഒക്കെ വിളിച്ച് ക്യാബിനിൽ വിളിച്ചു വരുത്തി സംസാരിക്കുമ്പോൾ അദ്ദേഹം ആരായുന്നത് അതിഥികളുടെ സൗകര്യങ്ങളെക്കുറിച്ചായിരിക്കും. അതിഥി ദേവോ ഭവ എന്ന ഭാരതീയ സങ്കല്പത്തിൽ അടിയുറച്ച് ഓരോ സഞ്ചാരിയുടെയും ക്ഷേമവും സൗകര്യങ്ങളും സംതൃപ്തിയോടെ നിലനിർത്തിയാലേ ഇത്തരം അതിഥി മന്ദിരങ്ങൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് വിശ്വസിക്കുകയും ഓർമ്മിപ്പിക്കുകയുമാണ് അദ്ദേഹം. പ്രകൃതിയെ സംരക്ഷിച്ചാലേ, അതിൻ്റെ സൗന്ദര്യം നിലനിർത്തിയാലേ വയനാടിന് തന്നെ പ്രസക്തിയുള്ളൂവെന്ന് അദ്ദേഹം ആദ്യമേ അടിവരയിടുന്നു. നമ്മൾ വയനാടിനെ പറ്റി വയൽനാടെന്ന് പറഞ്ഞു. അധികം വയലുകളായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ തൂർത്ത് അത് തെറ്റാണ്. ഈ ചെയ്തൊക്കെ തെറ്റാണ്. നമ്മൾ കാണേണ്ടത് വയൽ തൂർക്കാൻ പാടില്ല.
അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കുകയാണ്. പിന്നെ സ്ട്രീമുകളൊക്കെ അതേ നിലക്ക് നിർത്തുക. നമ്മളൊന്നും നാച്ചുറലിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കൂടുതൽ മരം വെച്ച് പിടിപ്പിക്കുക, അതെൻ്റെ സ്വഭാവമാണ്. മരം കട്ട് ചെയ്തോ അവിടെ പ്രശ്നമാണ്. എവിടെയൊക്കെ മരം കട്ട് ചെയ്തോ. പിന്നെ സോയിലിൻ്റെ പ്രത്യേകത, വയനാടിൻ്റെ സോയിൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെഷിയായ സോയിലാണ്. വളരെ എന്താ പറയുക, ദുർബലമായ സോയിലാണ്. അല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കാരണമാണ് വയനാടിനെ സംബന്ധിച്ച്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഇവിടെ കുറേ ആനകളൊക്കെ വരുമെന്ന് പറയുന്നത് അവർ ഉപദ്രവിക്കാൻ പോയിട്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും വരില്ല. മരം വെട്ടാതിരിക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ. മരം വെട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ഒരു മരം വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ മരം വെട്ടിയിട്ടുമില്ല, കൂടുതലും മരങ്ങൾ വെച്ചിട്ടുള്ളൂ. ഇതാണ് എൻ്റെ പോളിസി. മരങ്ങളാൽ നിറഞ്ഞ പച്ചപ്പും കോടമഞ്ഞും സന്ദർശകർക്ക് അവാച്യമായ അനുഭൂതി പകരുന്ന വയനാട് സൗന്ദര്യങ്ങൾക്കപ്പുറം ആകർഷകമായ സമശീതോഷ്ണ കാലാവസ്ഥ കൂടി നിലനിർത്തുകയാണെന്ന് ശ്രീ മുഹമ്മദ് പറയുന്നു. വയനാടിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് ഈ നമുക്ക് ഉള്ള സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ പച്ചപ്പാണ്. വയനാടിൻ്റെ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അത് തണലാണ്. അവിടുത്തെ ടെമ്പറേച്ചർ നോക്കിയാൽ രാത്രിയൊക്കെ 20-21 ഉള്ളൂ ഇവിടുത്തെ ടെമ്പറേച്ചർ. മാക്സിമം പോയാൽ ഒരു 25 രാത്രി പകൽ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. ഡിസംബർ ആയാൽ അതിലും കുറയും. പ്രത്യേകിച്ച് കാലാവസ്ഥ. ഇവിടുത്തെ ഓക്സിജൻ കോറിഡോർ എന്ന് പറയും. ഇവിടെ നല്ല ഓക്സിജൻ കിട്ടും, ഫ്രഷ് ഓക്സിജനാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഓക്സിജനാണ്. വൈത്തിരി വില്ലേജിലേക്ക് നാം കടക്കുമ്പോൾ തന്നെ ഒരു ആൽമരം കാണാം. വയനാടിലേക്ക് സംരംഭക മനസ്സുമായി എത്തിയ മുഹമ്മദിന് വഴികാട്ടിയായി നിന്ന ആൽമരം. അത് ഇപ്പോഴും ആ കഥ സഞ്ചാരികളോട് പറയാറുമുണ്ട്. ഈ ആൽമരം കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നു. അപ്പോൾ വേറെ ആൾ പറഞ്ഞു എൻ്റെ 4 അപ്പുറത്ത് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഭൂമി വേണ്ട, ഞാനിത് കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഇത് ഫുള്ള് പൈസ കൊടുത്തു പോയി. പ്രകൃതിയെ നോവിക്കാതെ എങ്ങനെ ഒരു റിസോർട്ട് പണിയാമെന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് വൈത്തിരി വില്ലേജ് എന്ന് മുഹമ്മദ് പറയുമ്പോൾ അതിൻ്റെ നേർസാക്ഷ്യം ഇവിടെ എത്തുന്നവർക്ക് അനുഭവവേദ്യമാകും. വൃത്താകൃതിയിൽ വിപുലമായ നടുമുറ്റത്തിന് ചുറ്റുമാണ് പ്രധാന മന്ദിരം തലയെടുപ്പോടെ നിൽക്കുന്നത്. കമനീയമായ 330 മുറികളിൽ കൂടുതലും ഇവിടെ തന്നെയാണുള്ളത്. വലിയൊരു ബിസിനസ് മൈൻഡ് അല്ല അതിനകത്ത്. ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് വയനാട്, അങ്ങനെയാണ് സാർ ഇതിനകത്ത് വരുന്നത്. പക്ഷെ സാറിൻ്റെ വിഷനും മിഷനും വളരെ വ്യക്തമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ആൾക്കാരെ ഉൾപ്പെടുത്താൻ പറ്റും നമ്മുടെ റിസോർട്ടിൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് 330 റൂം 6 കാറ്റഗറിയിലുണ്ട്. അപ്പോൾ ഇത്തരം വൈഡായിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള റിസോർട്ടുകൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ കുറവാണ്. ഇപ്പോൾ ഒരു 1500 പേരുടെ ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ ഒരാളുടെ മറ്റൊരു റിസോർട്ടിനെയോ മറ്റൊരു സ്ഥാപനത്തെയോ സഹായം കൂടാതെ നടത്താൻ പറ്റും. പ്രധാന മന്ദിരം കഴിഞ്ഞ് പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ മരങ്ങളും വൃക്ഷത്തലപ്പുകളും നിറഞ്ഞ ഉള്ളിടങ്ങളിൽ ഒരുക്കിയ കോട്ടേജുകൾ കാണാം. 33 ഏക്കറിൽ ചുറ്റി നടക്കുമ്പോൾ പലതും പല വലുപ്പത്തിലും സൗകര്യത്തിലുമുള്ളവയാണെന്ന് കണ്ടെത്താം. ഏതുതരം സഞ്ചാരികൾക്കും ഉതകുന്ന തരത്തിലുള്ള മുറികളാണ്. ഓക്സിജൻ കോറിഡോർ പോലെ അവയുടെ വഴികളും ചുറ്റുപാടുകളും. റൂമുകൾക്കെല്ലാം അതിൻ്റേതായ ഒരു തനിമയുണ്ട്. നമ്മുടെ വയനാടൻ ടച്ചാണ്. എല്ലാ റൂമിലും വയനാടിൻ്റെ എന്തെങ്കിലും ഒരു തീം അതിനകത്തുണ്ട്. ഇപ്പോൾ തന്നെ ഈ റൗണ്ട് ബിൽഡിങ്ങിൽ തന്നെ നമ്മളൊരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈ വയനാടിൻ്റെ എല്ലാ പിക്ചറൈസേഷനും വാളിൽ കാണാൻ പറ്റും. കരിന്തണ്ടൻ്റെ ആയാലും ഇവിടെ വളരുന്ന അപൂർവം ചില ചെടികൾ, മരങ്ങൾ, ഇതെല്ലാം പിക്ചറൈസേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങൾ. പിന്നെ ഈ റിസോർട്ടിലേക്ക് വരുമ്പോൾ നമുക്കിന്നിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാ സർട്ടിഫിക്കേഷൻ ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് ഇത്ര മരം. ബേസിക്കലി ഇവിടെ വന്ന നോർത്ത് ഇന്ത്യൻസ് പറയുന്നത് ഒരു ഓക്സിജൻ കോറിഡോറാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചെടികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടികളാണ്. നമുക്ക് കാണുമ്പോൾ വലിയ ഭംഗി തോന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോറിഡോറാണ് സാറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, വിഭാവനം ചെയ്തിരിക്കുന്നത്. വൈത്തിരി റിസോർട്ടിലുള്ള ഗെയിമുകളും സൗകര്യങ്ങളുമാണ് പ്രധാന ആകർഷണം. 18 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇവിടെ ഇൻസ്ട്രക്ടർമാരുടെ മേൽനോട്ടത്തിൽ വ്യായാമ മുറകൾ ചെയ്യാനും പറ്റും. വയനാടിൻ്റെ പച്ചപ്പും വന്യതയും പുഴയൊഴുക്കുമൊക്കെ കണ്ടാസ്വദിച്ച് ആകാശ സഞ്ചാരം നടത്തുന്നതിനുള്ള സിപ്പ് ലൈൻ സർവീസ് അതീവ ഹൃദ്യമാണ്. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമാണെങ്കിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം ഇതിൻ്റെ ആസ്വാദ്യത നുകരാൻ കഴിയും. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള കൃത്രിമ വെള്ളച്ചാട്ടം ഏറെ ആകർഷകമാണ്. മാത്രമല്ല അത് ചെന്ന് വീഴുന്നത് ഇൻഫിനിറ്റി പൂളിലേക്കാണ്. അവിടെ നിന്നാൽ കൃത്രിമമായി നിർമ്മിച്ച തൂക്കുപാലവും കാണാം. സഞ്ചാരികളെ ഏറെ ഉന്മേഷിപ്പിക്കുന്നതാണ് ഇതുവഴിയുള്ള സഞ്ചാരം. സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഇപ്പോൾ ഈ സമീപകാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇടിച്ചു നിരത്തി ആണ് ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭൂമിയുടെ കിടപ്പിന് ഭൂമിനെ തൊടാണ്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഭൂമിക്ക് ഒരു തരത്തിലും ഒരു പിടി മണ്ണ് മാറ്റാണ്ടാണ് സാർ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സ്ഥാപനം ഇവിടെ വന്നതോടുകൂടി പുതിയ വൈത്തിരി എന്നുള്ളൊരു കൺസെപ്റ്റ് മാർക്കറ്റിൽ വന്നു. എല്ലാത്തിലുപരി നമ്മുടെ ഒരു വശം ഫോറസ്റ്റാണ്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ റിസോർട്ടിൽ വരുന്ന ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യും. ടീ പ്ലാന്റേഷനുണ്ട്. അപ്പോൾ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു 100ൽ പരം മാംഗോ ട്രീകളുണ്ട്. അതുപോലെ തന്നെ ഒരു 15-16 ടൈപ്പ് ജാക്ക് ഫ്രൂട്ട്, ചക്ക. ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുകൂടാണ്ട് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ പെസ്റ്റ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള നമ്മുടെ ചെറിയ സീഡ് കിളികൾ തുടങ്ങി വലിയ പക്ഷികൾ വരെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പൂൾ വില്ലകളാണ് മറ്റൊരു പ്രത്യേകത. താമസിക്കുന്ന കോട്ടേജിനുള്ളിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങൾക്കുമൊപ്പം ഒരു നീല ജലാശയം എന്ന ആശയം വയനാട്ടിൽ ആദ്യം നടപ്പിലാക്കിയത് ഇവിടെയാണ്. നിരവധി വിദേശികളും സ്വദേശികളും ഏറെ സന്തോഷകരമായി തിരഞ്ഞെടുക്കുന്നത് പൂൾ വില്ല തന്നെയാണ്. റിസോർട്ടിൽ ഇപ്പോൾ ഇതൊരു 33 ഏക്കർ ഭൂമിയുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് വാട്ട് യു നെയിം അതെല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഇതിനകത്തുണ്ട്, നാച്ചുറൽ റിവർ ഇതിനകത്തുണ്ട്, സിപ്പ് ലൈനുണ്ട്, അതുപോലെ തന്നെ ഫിഷ് സ്പാ, ആയുർവേദ സ്പാ. ഒരു റിസോർട്ടിലും 3 ഡോക്ടേഴ്സിനെ, ക്വാളിഫൈഡ് ഡോക്ടേഴ്സിനെ വെച്ചിട്ടുണ്ടാവില്ല. ഒരു ഡോക്ടർ തന്നെ കഷ്ടി ഉണ്ടാവുള്ളൂ. ഇവിടെ 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒതൻറ്റിക് സിറ്റി ഗസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് അറബ്സ് ക്രൗഡ്, അതുപോലെ തന്നെ യൂറോപ്യൻ ക്രൗഡ്, യൂറോപ്പിൽ തന്നെ പ്രത്യേകിച്ച് ജർമ്മനി, അവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ഗസ്റ്റുകളെ കിട്ടുന്നത്. പിന്നെ അതുകൂടാണ്ട് ഈ നമ്മുടെ ഗാർഡനിൽ നമ്മുടെ അപൂർവ ഇനം സ്പൈസസ്, അതുപോലെ തന്നെ മരുന്ന് ചെടികൾ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെ
കൗണ്ടിങ്ങും അതിൻ്റെ പേരും ഡീറ്റെയിലും എല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ സഹായമില്ലാണ്ട് തന്നെ ഗസ്റ്റിനായി ചെയ്യുകയും ചെയ്യാം. നമുക്ക് 6 കാറ്റഗറിയാണ് റൂം. നമുക്കിപ്പോൾ നമ്മൾ ഏത് ബഡ്ജറ്റിലുള്ള ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ കസ്റ്റമറെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് NK മുഹമ്മദ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ബഡ്ജറ്റഡ് ഗ്രൂപ്പാണെന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു 99 റൂമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടിയും പൈസ ചിലവാക്കാൻ പറ്റുന്ന കസ്റ്റമറാണെങ്കിൽ സ്യൂട്ട് റൂം. ഈ സ്യൂട്ട് റൂമിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി ഉണ്ട്. ഫാമിലി സ്യൂട്ട് റൂമുണ്ട്, അതായത് 4 പേർക്ക് താമസിക്കാവുന്നതുണ്ട്, 2 പേർക്ക് താമസിക്കാവുന്നതുണ്ട്. ഇനി കുറച്ചും കൂടിയും പൈസ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കോട്ടേജുകളുണ്ട്. കോട്ടേജിൽ തന്നെ ഫാമിലി കോട്ടേജും ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഒക്കുപ്പൻസി കോട്ടേജും ഉണ്ട്. പിന്നെ പോവുകയാണെങ്കിൽ നമുക്ക് പൂൾ വില്ല, അപൂർവം. ഇവിടെ നമുക്കിപ്പോൾ വയനാട് ഞാൻ പല റിസോർട്ടിലും പോയിട്ടുണ്ട്. പൂളുകളെല്ലാം ഓപ്പൺ ആയിരിക്കും, ഇവിടെ റൂമിൻ്റെ അകത്താണ്. അപ്പോൾ ഈ റൂമിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 750 തുടങ്ങി 900 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂമുകളാണ്. ഇതുകൂടാണ്ട് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള പൂൾ വില്ല, സെലിബ്രിറ്റി പൂൾ വില്ലയുണ്ട്. 24 മണിക്കൂറും റൂം സർവീസ് ലഭിക്കുന്നു എന്ന് പറയേണ്ടതില്ല. കാരണം 5 സ്റ്റാർ റേറ്റിംഗിൽ അത് അനിവാര്യമാണെങ്കിലും ഏത് സമയത്തും സ്നേഹം കൂടി വിളമ്പാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ജീവനക്കാരാണ് ഇവിടുള്ളത്. ഭക്ഷണം എത്തിക്കുന്നു എന്ന് മാത്രമല്ല, അതിഥികളുടെ ആഗ്രഹത്തിനും രുചിക്കുമൊത്ത് നിലവാരത്തിലേക്ക് എത്തിയോ എന്നുകൂടി ഉറപ്പുവരുത്തുകയാണ് ഇവർ. പാചകശാലയിൽ ഏതു നേരവും ഷെഫ് ഉണ്ടാകും. അതിഥികളുടെ ആവശ്യത്തിനൊത്ത് ഇവ തയ്യാറാക്കി നൽകുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാനാവാത്തതാണെന്ന് ഇവർ പറയുന്നു. ഇവിടെ ദോശ ലൈവ് കൊടുക്കുന്നുണ്ട്, ഭൂരിഭാജി ലൈവ് കൊടുക്കുന്നുണ്ട്, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, സോസേജ്, ഈ പൊറോട്ട, കേരള പൊറോട്ട, വീറ്റ് പൊറോട്ട, ബീട്രൂട്ട് ഭൂരി, ആലു മട്ടർ, ചിക്കൻ കീമ, ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ഐറ്റം. ചൈനീസിൽ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ മഞ്ചൂരിയൻ, ഗോബി മഞ്ചൂരിയൻ, ഗ്രില്ല് ചിക്കൻ, പിന്നെ സൂപ്പുകൾ, ഓട്ടൻ സോർ, ചിക്കന്, വെജ്, ലെമൺ കൊറിയാണ്ടർ, കായൽ ചെമ്മീൻ സൂപ്പ്, ഇതൊക്കെ കൊടുക്കാറുണ്ട്. യൂറോപ്യൻസ് വരുമ്പോൾ അവരുടെ ഫുഡ് അവർക്ക് ഇപ്പോഴത്തെ കൾച്ചർ അനുസരിച്ച് അവർക്ക് എവിടെയാണോ പോകുന്നത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് താല്പര്യം. അപ്പോൾ ഇതിൽ 2 വിഭാഗം ആളുകളുണ്ട്, 2 വിഭാഗം ഗസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അവരെ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഇതും നമ്മൾ നേരത്തെ മനസ്സിലാക്കി ചോദിച്ച് അതിൽ നമ്മൾ ബുഫേ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 3-4 ഐറ്റം അവർക്ക് വേണ്ടി ചെയ്യും. ബാക്കി നമ്മൾ നോർമൽ ഫുഡ് തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ അത് അവർ ഹാപ്പിയാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കും. അതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് മീലിൽ അവർക്കുള്ള പ്രിഫറൻസ് കൊടുക്കുന്നത്. വയനാട് വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അതർ ഡിസ്ട്രിക്റ്റ് അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. കാരണം നമുക്ക് ഒരു വെറൈറ്റി കൂടുതലില്ല. എന്നിരുന്നാലും നമ്മൾ ഡെസേർട്ടിലൊക്കെ ആണെങ്കിൽ മുളയരി പായസം, മുളയരി കഞ്ഞി, അതുപോലത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ടും കുറച്ച് ഫുഡുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അവർക്കൊരു എത്നിക് ഫുഡ്, അതായത് ലോക്കലൈറ്റ് ഫുഡ് കൊടുക്കാൻ ഇതൊക്കെയാണുള്ളത്. കൂടുതലായിട്ടൊന്നും നമുക്ക് ചെയ്യാറില്ല. നോൺ വെജിൽ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. വൈത്തിരി വില്ലേജ് വന്ന 2012 ശേഷം ഇതുവരെ ഈ ഗ്രാമത്തിന് കൈവന്ന വ്യതിയാനം ഏറെയാണ്. ഈ മേഖലയിലെ സാമ്പത്തിക വികസനത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു സംരംഭം മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. 4 ലക്ഷം പേർ ടൂറിസം മേഖലയിൽ ജീവിതം പുലർത്തുമ്പോൾ പരോക്ഷ പ്രത്യക്ഷ സ്വാധീനം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇവിടെ വൈത്തിരി വില്ലേജിൽ ഗസ്റ്റ് ഉണ്ടെങ്കിൽ അറിയാം വയനാട്ടിൽ ഗസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു നാട്ടു സംസാരമുണ്ട് റിസോർട്ടുകളുടെ ഇടയിൽ. വൈത്തിരിയിൽ ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ എന്തായാലും നമുക്കും ഗസ്റ്റ് വരും, കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു 10,000-3000 ആൾക്കാർ പുറമേയും ജീവിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായാലും ഈ സാധാരണ ടീ ഷോപ്പുകളായാലും ചെറിയ ചെറിയ ഹോം സ്റ്റേ ആയാലും
ഡ്രൈവേഴ്സിൻ്റെ അക്കോമഡേഷൻ ആയാലും. കാരണം 330ഓളം ഡിപ്പെൻഡൻറ്റ് ഗസ്റ്റിൻ്റെ കൂടെ വരാൻ സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയത്ത്. പിന്നെ കോർപ്പറേറ്റ്സ് ആണ് നമ്മുടെ ബിഗ് ചങ്ക് ഓഫ് ബിസിനസ്സിൽ വരുന്നത്. അങ്ങനെ തൻ്റെ സംരംഭം വിജയത്തിലേക്കും അതിലുപരി ഒരു പ്രദേശത്തിൻ്റെയും നാടിൻ്റെയും വികസനത്തിൻ്റെ സൂചികയുമായി മാറുമ്പോൾ NK മുഹമ്മദ് 81 വയസ്സിലും ചുറുചുറുക്കോടെ കൂടുതൽ സജീവമാവുകയാണ്. കാര്യങ്ങൾ അന്വേഷിച്ചും മേൽനോട്ടം നൽകിയും കൂടുതൽ ഉത്തേജനം സഹജീവനക്കാർക്ക് പകരുക കൂടിയാണ് അദ്ദേഹം. കോടികളുടെ സംരംഭത്തിന് നേതൃത്വം നൽകുമ്പോഴും ലളിത ജീവിതവും ആഡംബരരഹിത ചുറ്റുപാടുമാണ് മുഹമ്മദ് നിലനിർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ചെറിയ ജീവിതം നയിക്കുക. എനിക്ക് എൻ്റെ ഫുഡ് കോസ്റ്റ് വളരെ കുറവാണ്. വെജിറ്റബിൾ അത് വളരെ ഇതായിട്ട് ഞാൻ 81 വയസ്സായി, എന്നാലും ഞാൻ ഓടി നടക്കുന്നതല്ലേ. ഇത്രയും സ്ഥലങ്ങളിൽ ഞാനൊരു 10 ദിവസത്തിനകത്ത് ഞാനൊരു 10 സ്ഥലത്ത് പോയിട്ടുണ്ട്, കാറും ഫ്ലൈറ്റുമായിട്ട്. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറച്ച് എഴുന്നേക്കാൻ വൈകി. സാധാരണ 6 മണിക്ക് എഴുന്നേക്കും. നമ്മളിപ്പോൾ എപ്പോഴും ഓടി നടന്നുകൊണ്ടിരുന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മളിപ്പോൾ ഈ സമയത്ത് എൻ്റെ വൈഫ് ചോദിക്കാറുണ്ട്, എന്തിനാ സമയത്ത് ഓടി നടക്കണം, എല്ലായിടത്തും അവിടെ മറിഞ്ഞു കെട്ടി വീണാൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറയും സാരില്ല, നമ്മൾ പറയും ഞാൻ എല്ലാവരും പ്രൗഡാണ്. ചിലവർക്ക് ഏജ് കൂടുമ്പോൾ ഒരു പ്രശ്നമാണ്. ഐ ആം പ്രൗഡ് ടു ബി ഏജ്. എനിക്ക് ഏജ് കൂടുന്നതാണ് താല്പര്യം. പ്രായമാകുന്നതിൽ അഭിമാനിക്കുകയും ചെയ്ത കാര്യങ്ങളിൽ അഭിനമിക്കാതെ കൂടുതൽ വികസന കാര്യങ്ങളിലേക്ക് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്ന NK മുഹമ്മദ് പുതുതലമുറയ്ക്ക് അത്ഭുതവും അതിശയവുമാണ് പകരുന്നത്. ദുബായിലും ബാംഗ്ലൂരിലും കോഴിക്കോടും ചെന്നൈയുമായി ഓരോ ദിനങ്ങൾ പറന്നു നടക്കുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിനു വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം, ഉത്സുകതയുടെ ഉദാഹരണമായി.